നിങ്ങൾ ടു ഡു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണോ? എന്നാൽ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണത്. എടാ, ടു ഡു ലിസ്റ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പീസ് ഓഫ് പേപ്പറിൽ നമ്മൾ എഴുതുന്ന ഒരു ഹോപ്പ് മാത്രമാണ്. അത് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എടാ, നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ എത്ര ലിസ്റ്റ് നിങ്ങൾ എഴുതും? ഒരു 10 ലിസ്റ്റ്. ഫോർ എക്സാമ്പിൾ ഒരു 10 ലിസ്റ്റ് നിങ്ങൾ എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് എത്ര അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? മാക്സിമം ഒരു 2 to 5 നമ്പേഴ്സേ നിങ്ങൾക്ക് അതിൽ നിന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതിന് നിങ്ങൾക്ക് എന്താണ് ബിൽഡ് ചെയ്യാൻ പോകുന്നതെന്നറിയോ? നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പോകുന്ന ഇമോഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഫസ്റ്റ് തിങ്, നിങ്ങൾ ഒരു ഗിൽറ്റ് ഫീൽ നിങ്ങൾക്ക് ആദ്യം ഫീൽ ചെയ്യും, നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് അത് ഫിനിഷ് ആയില്ലല്ലോ എന്നുള്ളത്. സെക്കൻഡ് തിങ്, നിങ്ങളുടെ മോട്ടിവേഷൻ ലോസ് ആവും. ആൻഡ് തേർഡ് തിങ്, മോട്ടിവേഷൻ ലോസ് ആയാൽ ഒബ്വിയസ്ലി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റീനെ അത് ബാധിക്കും. ഈ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരിക്കലും ഒരു പീസ് ഓഫ് പേപ്പറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാവരുത്. അത് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് നമ്മുടെ ടൈമിനെയാണ്. സോ വി ഗോണ ടോക്കിംഗ് അബൌട്ട് ടൈം ബ്ലോക്കിംഗ്. ടൈം ബ്ലോക്കിംഗ് എന്താണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മേ ബി ഇത് അറിയായിരിക്കും, എന്നാലും ഞാൻ പറഞ്ഞുതരാം. നമ്മളൊരു പർട്ടിക്കുലർ ടാസ്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടൈം അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ യൂട്യൂബ് വീഡിയോയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഒരു 1 or 2 അവർ ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി ഈ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് ടൈം ബ്ലോക്കിംഗ് എന്ന് പറയുന്നത്. ഈ ടൈം ബ്ലോക്കിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള കുറേ അധികം ഗുണങ്ങളുണ്ട്. അത് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം. ടൈം ബ്ലോക്കിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തിങ്, നമ്മൾ എല്ലാ കാര്യങ്ങളും പ്രിയോറിറ്റൈസ് ചെയ്യും. സെക്കൻഡ് തിങ്, നമ്മുടെ മൾട്ടി ടാസ്കിങ് വളരെയധികം കുറയും, വളരെയധികം റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് തേർഡ് തിങ്, ദ തിങ്സ് വിൽ ഗെറ്റ് ഡൺ ബൈ ഓൺ ടൈം. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ടൈം ബൗണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ടൈം ബൗണ്ടിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഈ 3 കാര്യങ്ങളാണ് ഈ ടൈം ബ്ലോക്കിംഗ് കൊണ്ടുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ്സ്. ടൈം ബ്ലോക്കിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ചെറിയൊരു പ്രസൻറ്റേഷൻ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. സോ ഇത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതാണ്. വൺസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് വർക്കാവില്ല. ബട്ട് മാർക്ക് മൈ വേർഡ്സ്, ഐ വിൽ ഗ്യാരണ്ടി യു. ബിക്കോസ് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഒരു 1 or 2 വീക്സ് നിങ്ങളിത് കണ്ടിന്യൂസ്ലി ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് വർക്കാവും. നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ചേഞ്ചസും ഇമ്പാക്ട്സും നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് ഗോ ദെയർ. ടൈം ബ്ലോക്കിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഈ പ്രസൻറ്റേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് നേരെ ആ ആക്ഷനബിൾ സ്റ്റെപ്സിലേക്ക് തന്നെ പോവാം. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് നിങ്ങളുടെ ടോപ്പ് 3 പ്രിയോറിറ്റീസ്, അതായത് ടോപ്പ് 3 പ്രിയോറിറ്റീസ് ആദ്യം മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം ലിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നെ സ്റ്റെപ്പ് 2 വരുന്നത് നിങ്ങളൊരു കലണ്ടർ, ഏതെങ്കിലും ഗൂഗിൾ കലണ്ടർ അല്ലെങ്കിൽ ഒരു നോഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കോ വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ ആ ഒരു കലണ്ടറിൽ ആ ടോപ്പ് 3 പ്രിയോറിറ്റീസ് ആഡ് ചെയ്യുക. അതിന് വേണ്ട ടൈംസും ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ രാവിലെ 9 മണി തൊട്ട് 10 മണി വരെ ഞാൻ ഈ ഒരു ടാസ്കിന് വേണ്ടി മാത്രം വർക്ക് ചെയ്യും. അതിനുശേഷം വരുന്ന ടൈം ഒരു 11 മണി തൊട്ട് 12 മണി വരെ ഞാൻ ഈ അടുത്ത നെക്സ്റ്റ് ടാസ്കിന് വേണ്ടി വർക്ക് ചെയ്യും. അങ്ങനെ നിങ്ങൾ കലണ്ടറിൽ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ ടൈം ആഡ് ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റെപ്പ് 3 പറയുന്നത് 1 to 2 hours ടൈം ബ്ലോക്ക് ഇടാനാണ് പറയുന്നത്. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ലെവലിൽ, അതായത് 90 minutes ആണ്, 1.5 hours ആണ് ടൈം ബ്ലോക്സ് കൂടുതൽ ഇടാറ്. അതാണ് ഒരു സ്റ്റാൻഡേർഡ് എല്ലാവരും ചെയ്യുന്നതും. കുറച്ചും കൂടി നമുക്ക് ഒരു വലിയ ടാസ്ക് ആണെങ്കിൽ അത് ചെയ്ത് തീരാനുള്ള ഒരു ടൈം ബൗണ്ട് ഈ ഒരു 90 minutes പ്രോപ്പറായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഈ 90 minute ടൈമാണ് കൂടുതലും വർക്ക് ആവുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 3 നിങ്ങൾ എത്ര ടൈം ഇടണം എന്നുള്ളത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ട് അതിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ സ്റ്റെപ്പ് 4 വരുന്നത് നിങ്ങൾ ബഫർ ബ്ലോക്സ് ഇടുക. അതായത് ഒരു റെസ്റ്റിംഗ് ടൈം, അതായത് ഒരു 30 minutes നിങ്ങൾ വർക്ക് ചെയ്തതിന് ശേഷം ഒരു 5 minutes ബ്ലോക്ക് എടുക്കുക, ഒരു റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വാക്ക് എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. കാര്യം ഫുൾ ടൈം അതിൽ തന്നെ ഫോക്കസ് ചെയ്തിരിക്കുക. അതൊരു 5 minutes ബ്രേക്ക് ഇൻ്റർവെൽസ് എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. ദെൻ സ്റ്റെപ്പ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് കാര്യത്തിനാണ് ടൈം ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അതിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ 1 hour ബ്ലോക്ക് ചെയ്തിരിക്കുന്നതെങ്കിൽ 1 hour കഴിഞ്ഞ് അത് അവിടെ സ്റ്റോപ്പ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതിൻ്റെ മേലോട്ടും പോകണ്ട, താഴത്തേക്കും പോകാതിരിക്കുക. അപ്പോൾ മാക്സിമം 1 or 2 hours ഏതെങ്കിലും ഒരു ടൈം ബ്ലോക്ക്
ടൈം ചൂസ് ചെയ്തതിന് ശേഷം അതിൽ മാത്രം വർക്ക് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റെപ്സ് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രിയോറിറ്റീസ് ലിസ്റ്റ് ചെയ്യുക, അതിനുശേഷം ആ പ്രിയോറിറ്റീസ് കലണ്ടറിൽ ആഡ് ചെയ്യുക. കാരണം കലണ്ടറിൽ ആഡ് ചെയ്യാൻ പറയുന്നതിനുള്ള റീസൺ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. സോ ഈ ടൈം അതിന് വേണ്ടിയാണ് അസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ കിട്ടും. അതിനനുസരിച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈം സെലക്ട് ചെയ്യുക. 90 മിനിറ്റ്സോ 1 അവറോ 2 അവറോ 1.5 അവറോ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്യാം. ദെൻ എത്ര ടൈം ചൂസ് ചെയ്യാലും അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഇൻ്റർവെൽസ് എടുക്കുക. ഒരു 5 മിനിറ്റ്സോ ഒരു 10 മിനിറ്റ്സോ ഇൻ്റർവെൽസ് എടുക്കുക. കാരണം ഓവർ വർക്ക് ചെയ്യാതെ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക. ചെറിയ ഇൻ്റർവെൽസ് എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഫോക്കസ് ചെയ്യുന്ന എന്തിനാണ് ടൈം ബ്ലോക്ക് ചെയ്ത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 1 അവറിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെങ്കിൽ 1 അവർ മാത്രം അത് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ടാസ്കിലേക്ക് ജമ്പ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. കൺട്രോൾ യുവർ ടൈം ആൻഡ് മോർ പ്രൊഡക്റ്റീവ്. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡർ ടു ബി സബ്സ്ക്രൈബ് ഓർ ലൈക്ക് ആൻഡ് പ്ലീസ് കമൻറ്റ് ബിലോ വാട്ട്സ് യുവർ ടൈം ബ്ലോക്ക് ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.